പോസ്റ്റ് പാലം. ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കി കുറച്ച് വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. പോളിസി വെച്ചിട്ടുണ്ട്, അത് നമുക്ക് പതിയെ പോകാം. വീട്ടൊക്കെ ഉണ്ടാവും. കാരണം വെച്ചാൽ നമ്മളിന്നലെ പറഞ്ഞു കിട്ടിയത് കണ്ടെയ്നർ റോഡിലെ സ്ട്രീറ്റ് ലൈറ്റിനെ കുറിച്ചാണ്. അപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അവിടെ അത്രയും വേസ്റ്റോ കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ. അതുകൊണ്ടാണ് ആ സ്ട്രീറ്റ് ലൈറ്റിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ തുടർന്ന് കാണാം നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വിഷയം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എന്താ പറയുക, ഈ വേസ്റ്റും തുപ്പലും. പിന്നെ ഇതുകൂടാതെ ഡോഗുകളുടെ പ്രശ്നം. 2 സ്ഥലത്ത് നമ്മുടെ യാത്രയിൽ പറഞ്ഞു വന്നപ്പോൾ 2 യാത്രയിൽ നമ്മൾ ആ ഡോഗുകൾ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു. 2 യാത്ര വന്നു, 2 സ്ഥലത്ത് നമ്മൾ ആ ഡോഗുകൾ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊന്നും നമുക്ക് ഷൂട്ടിങ്ങിൻ്റെ സമയത്തല്ലാത്തതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല. കാരണം ഓട്ടോമാറ്റിക്കലി അതങ്ങനെ കഴിഞ്ഞു പോയി. നമ്മൾ അപ്രതീക്ഷിതമായിട്ടാണല്ലോ സംഭവിക്കുന്നത്. അതുപോലെ ഒരു സ്ഥലത്ത് ഏകദേശം ഒരടിയോളം താഴ്ചയുള്ളൊരു സ്ഥലത്തേക്ക് സൈക്കിളെ പാടി ഇതുപോലെ ഇരിക്കും. ഇതുപോലെയല്ല, റോഡും നമ്മുടെ ഇതും തമ്മിൽ ഒരടിയോളം ഗ്യാപ്പ് ഉണ്ടാവും. വേണ്ട, വേസ്റ്റ് കിടക്കണ്ട. ഒരു മിനിറ്റ് വേണ്ട, നോക്ക്, കംപ്ലീറ്റ് വേസ്റ്റാണ്. ആ കൂട്ടത്തിൽ പറഞ്ഞു. അപ്പോൾ ഒരടിയോളം ഗ്യാപ്പുള്ള ആ സ്ഥലത്തേക്ക് കുത്തനെ താഴേക്ക് ഒറ്റ ഇത്. അതായത് എതിരെ രാത്രിയായപ്പോൾ എം സി റോഡിലാണ് രാത്രിയായി കഴിഞ്ഞപ്പോൾ നമ്മൾ എതിരെ വളവായിരുന്നു. ടോർച്ച് കത്തിച്ചിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. ടോർച്ച് നമ്മൾ ടോർച്ച് പൊതുവെ തെളിക്കാറില്ല. എന്തെങ്കിലും അത്ര അത്യാവശ്യമാണ് മാത്രമേ ടോർച്ച് തെളിക്കാറുള്ളൂ. അപ്പോൾ എതിരെ പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ലൈറ്റുകളുണ്ട് ഇങ്ങനെ കണ്ടുപോകാലോ. പക്ഷേ ആ സമയത്ത് പുറകിൽ നിന്ന് വാഹനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നാൽ എതിര് ഒരു വാഹനം ഉണ്ടായിരുന്നതാണ്. നിങ്ങൾ ഞാൻ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ റോഡ് സൈഡ് കൂടി നോക്കണം കേട്ടോ. അതുകൂടി ഒന്ന് കണ്ടേക്കണേ. അപ്പോൾ ഈ ബാരിക്കേഡ് ഉള്ളതുകൊണ്ട് അധികം കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ ശരിക്കും കാണാൻ പറ്റുള്ളൂ. അപ്പോൾ പുറകിൽ നിന്ന് വണ്ടി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് റോഡിൻ്റെ അരികെ കാണാൻ പറ്റിയില്ല. വീണ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി എന്താ സംഭവിക്കുന്നതെന്ന് പിടികിട്ടിയില്ല. വീണ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് സ്റ്റെപ്പായിരുന്നു താഴേക്ക്, ഒരടിയോളം താഴ്ചയുള്ള സ്റ്റെപ്പ്. പക്ഷേ ആരോ താങ്ങിയ പോലെ നമ്മൾ ഒന്നും സംഭവിക്കാതെ സൈക്കിളും മറിഞ്ഞ് വീണ്, ഞാനും വീണത് ഒരു ചെറിയൊരു പൊന്ത പോലെ ഒരു ഭാഗത്തേക്ക്. പക്ഷെ ഒരു പോറൽ പോലും പറ്റിയില്ല. അത് അത്ഭുതപ്പെടുത്തി കളഞ്ഞു. ഞാൻ വിചാരിച്ചു എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. ഒരു പോറൽ പോലും പറ്റാതെ ആരോ കയ്യിൽ താങ്ങിയ പോലെ ഞാൻ അങ്ങ് വീണു അവിടെ. അപ്പം തന്നെ എണീറ്റ്. അങ്ങനെ ഇത് ഈ റൈഡിൽ അങ്ങനെ പലതൊക്കെ നടക്കുന്നുണ്ട്. ഇതൊന്നും നമ്മൾ കാണിക്കുന്നില്ല. അപ്പോൾ ഇത്തരം ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ സംഭവിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അല്ലാതെ നമ്മൾ സേഫായിട്ട് പോയി സേഫായിട്ട് തിരിച്ചു വന്നു എന്ന് യാത്രയിൽ അർത്ഥമൊന്നുമില്ല. നമ്മൾ ഇതിനൊക്കെ അഭിമുഖീകരിച്ച് തന്നെ പോകണം. പിന്നെ നമ്മളെ സംബന്ധിച്ച് അങ്ങനെ വേറെ ഭയമൊന്നുമില്ല. ഭയന്നിട്ട് കാര്യമില്ല. നമ്മളിങ്ങനെ വെറുതെ ഭയക്കണം. വരനോട് വെച്ച് അത്രേ ഉള്ളൂ. നമ്മളെയൊക്കെ സംബന്ധിച്ച് അത്രേ ഉള്ളൂ. അങ്ങനെ പ്രത്യേകിച്ചൊരു ഭയം ഉണ്ടായി പോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ പ്രധാനമായിട്ടും ഇത്തരം കാര്യങ്ങളുണ്ട്. ഡോഗിൻ്റെ അറ്റാക്ക് അത് ഒരിത്തിരി പ്രശ്നമാണ്. കാരണം മനുഷ്യനെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അനുനയിപ്പിക്കാൻ പറ്റുമെന്ന് ചെയ്യില്ല. ഡോഗ് ഒരു രക്ഷയില്ല. അവന്മാർ പുറകെ വന്നിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ ടെറിട്ടറി, അവൻ്റെ ഇത് കഴിയണവരെ അവൻ ഓടും, നമ്മൾ ഓടിക്കും. എന്നാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒച്ചയിലൊക്കെ പറഞ്ഞ് അവന്മാരൊന്ന് ശാന്തരാക്കാൻ ശ്രമിച്ചാലും ഒരുമാതിരിയൊക്കെ വരും. പിന്നെ അവിടെ നിൽക്കും. അത്രേ ഉള്ളൂ. അങ്ങനെ രണ്ടിടത്തുനിന്നൊക്കെ ആ ഒറ്റ യാത്രയിൽ 1-2 സ്ഥലത്ത് പണി കിട്ടി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ യാത്രകളെ സംബന്ധിച്ച വിവരങ്ങൾ. സന്ധ്യ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ഞങ്ങൾ പ്രധാനമായിട്ടും ടൂറിസ്റ്റ് പ്ലേസായിട്ട് ബന്ധപ്പെടുത്തി
പോകാത്തതിൻ്റെ പ്രധാന കാരണം തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ടൂറിസ്റ്റ് പ്ലേസിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് എന്താ പറയുക വേസ്റ്റും സകല വൃത്തികേടും ഉണ്ട് അവിടെ. അപ്പോൾ പിന്നെ എന്തിനാണ് വെറുതെ ടൂറിസ്റ്റ് പ്ലേസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വെറുതെ അങ്ങനെ കണ്ടാറ്? നമ്മൾ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ടൂറിസ്റ്റ് പ്ലേസുകളെ ഒരുപാട് പേര് ഇടുന്നു, പക്ഷെ ആരും അങ്ങനെ തുറന്ന് പറയുന്നില്ല. വേസ്റ്റ് അവിടെ കിടക്കുന്നത് വളരെ ലാഘവത്തോടെ പറഞ്ഞു പോയി. ലാഘവത്തോടെ പറഞ്ഞു പോവുകയാണ്. വേസ്റ്റ് കിടക്കുന്നത്, വേസ്റ്റ് ഇടല്ലേ, അതിടല്ലേ, ഇതിടല്ലേ, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. വേസ്റ്റ് ഇടുന്നവന് മര്യാദയില്ല. മര്യാദ ഇല്ലാത്തവരാണല്ലോ വേസ്റ്റ് ഇടുന്നത്. അവരോട് മര്യാദയായിട്ട് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ മര്യാദ ഇല്ലാത്ത രീതിയിൽ തന്നെ പറഞ്ഞാൽ മതി. വലിയ കഥയൊന്നുമില്ല അതിനകത്ത്. അവർ മര്യാദക്കാരാണെന്ന് ഇത് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ചാത്തിയാത്ര റോഡിൽ നിൽക്കുമ്പോൾ, ചാത്തിയാത്ര റോഡിൽ അവിടെ വൈകിട്ട് ദിവസങ്ങളിലൊക്കെ വെള്ളി ശനി ഞായർ ഒരു ചെറിയ പാട്ട് അവിടെ തന്നെയുള്ള ആളുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ മിക്കവാറും ദിവസങ്ങൾ ചാത്തിയാത്ര റോഡിൽ വരാറുണ്ട്. അങ്ങനെ റൈഡ് ചെയ്ത് അങ്ങനെ കറങ്ങി ആ വഴി അങ്ങ് പോകും. അപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുമ്പാണോ, 2 ദിവസം കഴിഞ്ഞ വെള്ളിയാഴ്ചയാണോ, എന്തായാലും അവിടെ നിൽക്കുമ്പോൾ ഒരു പയ്യൻ ദൂരെ നിന്ന് വരുന്നുണ്ട് നടന്ന്. അപ്പോൾ അവന് ശ്രദ്ധിച്ച് ഒരു 25 വയസ്സിന് താഴെയുള്ളൊരു പയ്യനാണ് കേട്ടോ. അപ്പോൾ അവൻ സൂക്ഷിച്ച് നോക്കിയപ്പോൾ അവൻ്റെ കയ്യിൽ ഒരു ഐസ്ക്രീം ഐസ് സ്റ്റിക്കിൻ്റെ ഒരു റാപ്പറും ആ സ്റ്റിക്കും ചുരുട്ടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് കുറച്ച് ദൂരെ ഇങ്ങനെ നടന്നു വരുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ശ്രദ്ധിച്ചു. പുള്ളി നടന്ന് വന്നു. അപ്പോൾ എൻ്റെ സൈഡിൽ കൂടി നടന്ന് പുറകിലേക്ക് അങ്ങ് പോയപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കി. എന്താണെന്നറിയണമല്ലോ. നോക്കുമ്പോൾ എന്താ, ഈ പയ്യൻ അപ്പുറത്ത് വേസ്റ്റ് ബിന്നുണ്ട്, ആ വേസ്റ്റ് ബിന്നിൽ കൊണ്ടുപോയിട്ടിട്ട് തിരിച്ച് അവനിരുന്ന സ്ഥലത്തേക്ക് തന്നെ നടന്നു. പോകുന്ന പോക്കിൽ ഞാൻ അവനൊരു തംസപ്പും ഗുഡ് ജോബും പറഞ്ഞു. തംസപ്പും കൊടുത്ത് ഗുഡ് ജോബും പറഞ്ഞു. അവൻ താങ്ക്സും പറഞ്ഞു പോയി. അവൻ താങ്ക്സ് പറഞ്ഞാലും അവന് യാതൊരു ക്വസ്റ്റ്യനും ഉണ്ടായില്ല. എന്തുകൊണ്ടാണ്? ഗുഡ് ജോബും തംസപ്പും കൊടുത്തിട്ട് അവനൊരു ക്വസ്റ്റ്യനില്ല. എന്തുകൊണ്ടാണ്? അവൻ മര്യാദക്കാരനായതുകൊണ്ട്. കാര്യം എന്താ? അത് അവൻ്റെ കടമയാണെന്ന് അവന് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് അവൻ്റെ മുഖത്ത് ഉണ്ടായിരുന്നു. നമുക്ക് ഒരു ഇതുണ്ടായില്ല. അവനോട് വളരെ ബഹുമാനം തോന്നിയൊരു നിമിഷമാണ് സത്യം പറഞ്ഞു. വളരെ ബഹുമാനം തോന്നി. കാരണം ഒന്നില്ലെങ്കിൽ അവൻ വിദേശത്ത് പഠിക്കുന്നവനോ വിദേശത്ത് നിന്ന് ലീവ് ആയിട്ട് വന്ന ആളോ ആയിരിക്കാം. അല്ലാതെ അങ്ങനെ ചെയ്യാൻ വഴിയില്ല. അപ്പം നമ്മുടെ നാട്ടിലാണ് ഇത്രയും മോശപ്പെട്ട രീതിയിൽ നമ്മളൊക്കെ ഈ എന്താ പറയുക, പരമാവധി വൃത്തിയാക്കി സൂക്ഷിക്കുക. എന്നിട്ട് നമ്മൾ വിദേശ രാജ്യം പോലെ ആക്കുക. ഞങ്ങൾ റൈഡിൽ മുഴുവൻ ഉടനീളം പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ നാടും രാജ്യവും ഒക്കെ വിദേശ രാജ്യം പോലെ ആക്കുക. അവർ ഇപ്പം നേരത്തെ ആദ്യമേ പറഞ്ഞ പോലെ, ഷാൻജിയുടെ വ്ളോഗിൽ പറഞ്ഞ പോലെ, അവർ നമ്മളെ പുച്ഛിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം നമ്മളുടെ ഈ ഒരു ജീവിത ശൈലിയാണ്. വേസ്റ്റിലും തുപ്പയും ഒക്കെ ജീവിക്കുന്ന ഈ ജീവിത ശൈലിയാണ് നമ്മളവർ പുച്ഛിക്കാൻ കാരണം. കാരണം അവരത് ചെയ്യുന്നില്ല. അവർ പബ്ലിക്കിനെ മാനിക്കുന്ന ആളുകളാണ്. നിങ്ങൾ വേണേൽ വിദേശ ചാനലുകളൊക്കെ കണ്ടു പോകുമോ, അതിന് ഒരാൾ പോലും റോട്ടിൽ തുപ്പുക. ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു കടയുടെ മുമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ആരെങ്കിലും ക്യൂ നിൽക്കണം കണ്ടിട്ടുണ്ട്. ബിവറേജസിൻ്റെ മുമ്പിലല്ലാതെ, അത് പ്രത്യേകം പറയണോ, ആരെങ്കിലും ക്യൂ നിൽക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇടിച്ച് കയറി അങ്ങ് ആദ്യം വന്നവൻ പുറകില്ല. വിദേശത്ത് അങ്ങനെയല്ല. ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു സംഗതി ഉണ്ട്. ഇപ്പോൾ ഇത് പറയുമ്പോൾ അതും പറയണമല്ലോ അല്ലേ. ആ ബോർഡ് ഇവിടെ കൊണ്ടുവന്നിട്ടൊക്കെ ഉണ്ട് അവർ. അവിടെ പൊളിക്കാണ്ടില്ലേ ആ ബോർഡ്, എല്ലാ ബോർഡും മാറ്റിയിടുന്നു. അപ്പോൾ നമ്മളെല്ലാം പറയണമല്ലോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഷൺമുഖം റോഡിൽ കൂടി റൈഡ് ചെയ്യുമ്പോഴാണ് നോക്കുമ്പോൾ 3 സാഹിബന്മാർ ഇപ്പോൾ ഉണ്ട്. അതിലൊരു സാഹിബിൻ്റെ കയ്യിൽ സിഗരറ്റ് ഉണ്ട്. പബ്ലിക് പ്ലേസിൽ സിഗരറ്റ് വലിക്കാൻ പാടില്ലെന്നാണ് നിയമം നമ്മുടെ നാട്ടിൽ. പക്ഷെ പുള്ളി അത് ആസ്വദിക്കണം. ഇന്ത്യയിൽ വന്ന് ആ നിയമം തെറ്റിച്ച് പുള്ളി വലിക്കുന്നു. കൂട്ടത്തിൽ രസകരമായ സംഭവം എന്ന് വെച്ചാൽ പുള്ളി ആ റോഡിലല്ല, അവിടെ ഒരു എന്തോ ചെടി നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കടക്കിലേക്ക് പുള്ളി തുപ്പുണ്ട്. അപ്പോൾ കൂടെ നിൽക്കുന്ന സാഹിബ് എന്തോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി ഇങ്ങനെ കാണിക്കുന്നുണ്ട്, ആ ചെടിയുടെ കാണിക്കുന്നുണ്ട്, ചെടിയുടെ കടയ്ക്കുന്നുണ്ട് എന്നുള്ള മട്ടിൽ.
അപ്പോൾ രസകരമായി എനിക്ക് തോന്നി വേറതല്ല, ഇതിൽ രസം എന്ന് പറഞ്ഞാൽ വേറതല്ല. സായിപ്പ് ശരിക്കും പറഞ്ഞാൽ ആ സംവിധാനം, അതായത് ജനങ്ങളുടെ ഇവിടുത്തെ ആളുകളുടെ ആ ഒരു ദുസ്വാതന്ത്ര്യം ഉണ്ടല്ലോ, നിയമത്തെ അനുസരിക്കാത്ത ആ ഒരു ദുസ്വാതന്ത്ര്യം, അത് പുള്ളി ആസ്വദിക്കും എന്ന് തോന്നിപ്പോയി. പുള്ളിയുടെ മുഖത്തുനിന്ന് നമുക്കത് വായിച്ചെടുക്കാൻ പറ്റിയത് അങ്ങനെയാണ്. കാരണം പുള്ളി ആ ദുസ്വാതന്ത്ര്യം, എന്നിട്ട് പുള്ളിക്കൊരു ശരി പോലെയായിരുന്നു പുള്ളി, ഇന്ത്യയിൽ ഇങ്ങനെയൊക്കെ ചെയ്യാലേ എന്നുള്ളൊരു മട്ട്. അപ്പോൾ ഞാൻ ശ്രദ്ധിക്കണപ്പോഴാണ് മറ്റേ ആള് നോക്കിയിട്ട് ചോദിച്ചത്, മറ്റേ സാഹിബ്. ഞാൻ പെട്ടെന്ന് ശ്രദ്ധിക്കണ കണ്ടു പുള്ളി തുപ്പിയപ്പോൾ. അപ്പോഴാണ് മറ്റേ ആൾ ചോദിച്ചത്, എന്തോ ചോദിച്ചു പുള്ളി. പിന്നെ പുള്ളി തുപ്പിയൊന്നും അറിയില്ല, ഞാൻ അങ്ങോട്ട് കവർ ചെയ്ത് പോവുകയും ചെയ്തു. അപ്പോൾ വിദേശീയരാണെങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ വന്ന നമ്മുടെ സംസ്കാരം റോഡിൽ തുപ്പ. ഇപ്പോൾ ഈ പോകുന്ന വഴിയിലൊക്കെ തുപ്പലുണ്ട് കേട്ടോ. ഞാൻ ഒരു കണക്കിനാണ് മാസ്ക് മാറ്റി വെച്ച് സംസാരിക്കുന്നത്. ഞാൻ മാസ്ക് മാറ്റാതെ, ഞങ്ങൾ രണ്ടുപേരും മാസ്ക് മാറ്റാതെ ഒരു കാരണവശാലും റോഡിൽ സഞ്ചരിക്കില്ല. കാരണം സഞ്ചരിച്ചാൽ നമുക്ക് പനിയോ എന്തെങ്കിലുമൊക്കെ ഉറപ്പാണ്. അപ്പോൾ അവിടെ ടോൾ ബൂത്ത് എത്തിയിട്ടാണ്. ഇനി ഇവിടെ എടുത്താൽ പ്രശ്നമാണെന്നോണേ, നമുക്കവിടെ ഒതുക്കാം. വണ്ടികൾ വരുന്നുണ്ട് ഇഷ്ടംപോലെ. ഓ അതിലെ ബൈക്ക് പോവും, ബൈക്ക് അതിലെ പോവില്ല. ദിസ് വേ അവര് അതിലെ വരും. ഇതിലെ വരും ഒക്കെ. അവർ ടോൾ കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് അവിടെ കൊടുക്കും പൈസ. ആവശ്യമില്ല. അപ്പോൾ അവർ പോയി, അവർ ഇവിടെയുള്ളവരാണല്ലോ ക്യാരറ്റും കൊണ്ടല്ലേ. അപ്പോൾ ടോൾ ബൂത്ത് കഴിഞ്ഞ് കണ്ണേർ റോഡിൽ. അപ്പോൾ ഇരുട്ടായിട്ടുണ്ട്, ഇനിയിപ്പോൾ ചിലപ്പോൾ ഭയങ്കര ട്രെയിൻസൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ യാത്രകളിൽ ഇങ്ങനെയൊക്കെ ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. കുഴിയിലേക്ക് വീഴുക, ഡോഗ് ആക്രമിക്കുക. രാത്രിയും രാവിലെയൊക്കെയാണ് സംഭവിക്കുന്നത്. രാത്രിയാണ് 2 ആക്രമണം ഉണ്ടായ രാത്രിയാണ്. നമ്മൾ ഇത്തിരി ഷൗട്ട് ചെയ്തിട്ട് നമ്മളങ്ങോട്ട് സൈക്കിൾ ചവിട്ടി അങ്ങ് പോവും, നല്ല സ്പീഡ് ഫാസ്റ്റായിട്ട് പോവും എന്നേ ഉള്ളൂ. കാരണം നമുക്ക് ഡോഗിന് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം അവർ ആക്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും തക്കതായ കാരണം എന്തെങ്കിലും കാണും. അല്ലാതെ അവർ ആക്രമിക്കാൻ യാതൊരു വഴിയില്ല. ഏതെങ്കിലും രാവിലെ പോകുന്ന പത്രക്കാർ, സൈക്കിളിന് പോകുന്ന ആളുകൾ ആക്രമിച്ചിട്ടുണ്ടാവാം. അതേ ബംഗാളികൾ ആക്രമിക്കാം, സൈക്കിളിന് പോകുന്നവർ. പട്ടിനെ കാണുമ്പോൾ ചില ആളുകൾക്ക് അതൊരു ഇതാണ്, പേടിച്ചിട്ടാണ്. പക്ഷെ അത് എന്താ പ്രശ്നം, കൂടുതൽ ഡേഞ്ചറസാണ്. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ അവസ്ഥ. അപ്പോൾ യാത്രകളിൽ നമ്മൾ കാണുമ്പോൾ നിസ്സാരമാണ്. അൺഫോർച്യുനേറ്റ് എന്താ പറയുക, നമ്മൾ ഷൂട്ട് ചെയ്യാത്ത സമയങ്ങളിൽ പലതും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇരുട്ടായി, ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, നമ്മൾ കണ്ടെയ്നർ റോഡിൻ്റെ ഒരു ലാഭമായിട്ട് ഒരാൾ പോകണ്ടല്ലോ. അതെ അതെ, അവനവിടെ നിന്ന് നോക്കി. പാവം, നമുക്കുണ്ടായിരുന്നരുത്. ഇതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് പറയാമെന്ന് എഴുതി എടുത്താണ്. ശരി, ഓക്കെ. ഇതിപ്പോൾ നോർത്ത് അവിടെ ലിസി ഹോസ്പിറ്റൽ കാണാം, നോർത്താണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച അതിൻ്റെ ബാക്കി പത്രമാണ് നോർത്ത് എന്ന് പറഞ്ഞാൽ നോർത്ത് ബ്രിഡ്ജ്, നോർത്ത് പാലമാണ്. കണ്ടോ, അത് നോക്കിയേ, ഒരു കുഴിക്കെട്ട് കിടക്കണണ്ട, നോർത്ത് പാലത്തിൻ്റെ മുകളിലുണ്ടോ. കണ്ടോ, വണ്ടികൾ തന്നെ ഉണ്ടോ. ഇതാണ് നമ്മുടെ സിവിക് സെൻസ്. കണ്ടോ, നോക്കിയേ, ചെരുപ്പുകൾ നോക്ക്, വേസ്റ്റ് കണ്ടോ, നോക്കിയേ, കണ്ണ് കാണാൻ പാടാണ്ട്. കണ്ട ബൈക്കുകാരൊക്കെ വരുന്നുണ്ടോ, കണ്ണ് കാണാൻ പാടാണ്ട വരുന്നത്. കണ്ടോ, നോക്ക്.
കാണുന്ന ലൈറ്റ് അവിടെ നിന്നാണ് ആണോ? ഇതൊരു പട്ടീനെ കൊണ്ട് മണപ്പിച്ചാൽ ആരാണെന്ന് ഒറ്റയടിക്ക് കണ്ടെത്താൻ പറ്റും. ചിലപ്പോൾ കാരണമായിരിക്കും വന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണമല്ലേ, ഈ നോർത്ത് ബ്രിഡ്ജിൻ്റെ മുകളിൽ ഇതേപോലെ വേസ്റ്റ് കൊണ്ടുവന്നിടുന്ന ഭക്തിയുള്ള ആളാണ്ടോ. ചന്ദനത്തിരിയെ കിടപ്പുണ്ട്. ചന്ദനത്തിരിയാണെന്നോ 3-in-1. ഇതിനകത്ത് കുറച്ച് പല സാധനങ്ങളും കിടപ്പുണ്ട്. ഇതൊക്കെ ഈ നോർത്ത് ബ്രിഡ്ജിൻ്റെ മുകളിൽ കൊണ്ടിടുന്ന ആളുകളെ നമ്മൾ എന്ത് വിളിക്കണം പറയൂ? ഇത് കണ്ടിട്ടാണ് മറ്റു രാജ്യക്കാർ നമ്മളെ പുച്ഛിക്കുന്നത്, അല്ലാതെ അവർക്ക് വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. മനസ്സിലായോ? ഇത് നോക്കിയേ, ഒരു കിഴിക്കെട്ട് അങ്ങനെ തന്നെ കൊണ്ടുവന്നിട്ടിരിക്കുക. നോർത്ത് ബ്രിഡ്ജിൻ്റെ മുകളിലാണെന്ന് ആലോചിക്കണം കേട്ടോ. അത്യാവശ്യം വലിപ്പുള്ള കിഴിക്കെട്ടാ. നോക്കിയാൽ കണ്ട, കാല് വെച്ച കാണിച്ചാലോ, കണ്ട ഇതെന്ത് സാധനമാണെന്ന് മനസ്സിലാവണില്ല. 2 ദിവസം കഴിയുമ്പോൾ ഇത് അഴിഞ്ഞു മറിഞ്ഞ് ഇവിടെ കിടക്കണതാണോ? കണ്ടോ? എന്തൊക്കെയോ പെട്ടി, കുറേ ന്യൂസ് പേപ്പറുകൾ, ആരുടെ നമ്പർ എന്തോ ഉണ്ട്. ആ നമ്പർ തപ്പിക്കഴിഞ്ഞാൽ അവനെ കിട്ടും. അപ്പോൾ ഇതാണ് ഇവിടെ നടക്കുന്നത്. കണ്ടോ? നോർത്ത് ബ്രിഡ്ജിൻ്റെ മുകളിലാണ് ഈ കാണുന്ന വേസ്റ്റ് കൊണ്ടുവന്നിട്ടിരിക്കുന്ന ആളുകളുടെ സിവിക് സെൻസ്. ഇവരെ നമ്മൾ എന്ത് വിളിക്കണം? ഒരുപക്ഷെ ഇത് കൊച്ചിയിലുള്ളവരായിരിക്കണം എന്നില്ല കേട്ടോ, അല്ല എറണാകുളം ജില്ലയിലുള്ളവരായിരിക്കണം എന്നില്ല, ഒരുപക്ഷെ ബംഗാളി ആയിരിക്കാം. നമ്മുടെ രാജ്യത്തോട് ഒരു തരത്തിലും നീതി പുലർത്താത്ത ആളുകളാണ് ഇത് ചെയ്യുന്നത്. അതായത് ഹോംലെസ് പീപ്പിൾ, ഭിക്ഷക്കാരെന്ന് പച്ചയ്ക്ക് പറയും. ഭിക്ഷക്കാർ അവരാണ് ഇതുപോലെ കൊണ്ടുവന്നിടുന്നത്. ഭിക്ഷക്കാരുടെ മാനസികാവസ്ഥയുള്ള ആളുകളാണ് ഇതുപോലെ റോഡ് സൈഡിൽ ഇതുപോലുള്ള വേസ്റ്റുകൾ പൊതിഞ്ഞ് കെട്ടി കൊണ്ടിടുന്നത്. ഇതായാലും ബൈക്കിനായിരിക്കില്ല, കാറിനായിരിക്കും. 100% ഇത്രയും വലിയ സാധനം കാറിനായിരിക്കും കൊണ്ടുവന്നിടുന്നത്. ഇതൊക്കെ എന്തുമാത്രം അപകടം വിളിച്ചു വരുന്നറിയാമോ? ബൈക്കുകൾ, സൈക്കിളുകൾ ഇതൊക്കെ പോകുന്നുണ്ട്. അവരിതുമ്പോൾ തട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മറിഞ്ഞു വീഴും. വലിയ വാഹനങ്ങൾ വരുന്നുണ്ട്, അവർ അതുമ്പോൾ വീണാൽ, റോഡിലേക്ക് വീണാൽ ഉറപ്പായിട്ടും വണ്ടി കയറും. അപ്പോൾ അത്രയ്ക്കും ആണോ? ഇപ്പോൾ ആ സ്കൂട്ടറുകാരൻ ജസ്റ്റ് വരികയാണ് ചെയ്തത് കണ്ടോ? അപ്പോൾ അത്രയ്ക്ക് എന്താ പറയുക, ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. ഞങ്ങൾ പറഞ്ഞത് ഭിക്ഷക്കാരുടെ മാനസികാവസ്ഥയുള്ള ആളുകളാണ് ഈ പറഞ്ഞ വേസ്റ്റുകൾ ഇതേപോലെ പബ്ലിക് റോഡിൽ കൊണ്ടുവന്നിടുന്നത് കേട്ടോ. അത് ആലോചിച്ചിട്ട് ഇനി പബ്ലിക് റോഡിൽ വേസ്റ്റ് കൊണ്ടുവന്നിട്ടാൽ മതി. ഇത് പറയുമ്പോൾ പലർക്കും ചിലപ്പോൾ ദേഷ്യം വരും. നോ പ്രോബ്ലം. ഞാനും കുഞ്ഞുമണിയും ഇതിനെതിരെ തന്നെയാണ്, പബ്ലിക് റോഡിൽ വേസ്റ്റ് ഇടുന്നതിന് ഒരു സംശയമില്ല. ആണ് ഈ സൈക്കിളുകാരൻ വരുന്നുണ്ടോ? അയാളൊക്കെ ജസ്റ്റ് വെട്ടിച്ചും മറിച്ചൊക്കെ പോണത്. അതുമ്പോൾ തട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മറിഞ്ഞു വീഴും. അപ്പോൾ ഇതും കൂടി ഒന്ന് കാണിച്ചേക്കാമെന്ന് കരുതി. ഇപ്പോൾ കുറച്ച് ദിവസമായി ഇതിങ്ങനെ കിടക്കണം കേട്ടോ. അപ്പുറത്ത് കിടക്കുന്നത് 2-3 ദിവസമായി. ആ അപ്പുറത്തെ വേസ്റ്റ്, ചെരുപ്പ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ 3 ദിവസമായി കിടക്കണത്. ഇതിപ്പോൾ പുതിയതായിട്ട് വന്നതാണ് ഇന്ന്. മനസ്സിലാവണ്ട? ഇതാണ് ഇവിടുത്തെ സിസ്റ്റം. പോലീസ് വണ്ടികളൊക്കെ പോകുന്നുണ്ട്, പക്ഷെ ഒരു കാര്യമില്ല. പോലീസ് വണ്ടി അങ്ങനെ പോകും, അയാൾ അങ്ങോട്ട് പോകും. ഇതൊന്നും ശ്രദ്ധിക്കാനൊന്നും ആർക്കും നേരമില്ല. മനസ്സിലാവുണ്ടോ? ഇതാണ് മറ്റു രാജ്യക്കാർ നമ്മളെ പുച്ഛിക്കുന്നത്. മനസ്സിലാവുണ്ടോ? അതിനാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇതും കൂടി ഒന്ന് കാണിച്ചേക്കാലോ എന്ന് എഴുതി പറഞ്ഞാണ്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചില എന്താ പറയുക കലാപരിപാടികൾ. എന്നിട്ട് നമ്മൾ വിദേശിയിൽ നമ്മളെ കുറ്റം പറയുന്നു പറയുന്നത് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇല്ല. അത് കുറ്റം പറയും, സ്വാഭാവികമാണ്. ആരെയും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അവർ കാണുന്ന സ്വഭാവം അനുസരിച്ചല്ലേ അവർക്ക് പറയാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഞാനും കുഞ്ഞമ്മണിയും പറയുന്നതല്ല കേട്ടോ. ഇത് വിദേശത്തുള്ള ഒരുപാട് മലയാളികളുടെ വീഡിയോസ് യൂട്യൂബിലുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് അവർ സെർച്ച് ചെയ്യാവുന്നതാണ്. അവരാ പറയുന്നത് നമുക്ക് ഇന്ത്യക്കാർക്ക് സിവിക് സെൻസ് ഇല്ലാന്ന്. മനസ്സിലാവുണ്ടോ? ഉണ്ടാവും, ഇല്ല. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നു ഇവിടെ ഈ റോഡ് സൈഡിൽ മുഴുവൻ പോയിക്കോളും, വേസ്റ്റ് നിറഞ്ഞു കിടക്കാം. എന്നാൽ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്, ഗവൺമെൻറ് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. പക്ഷേ
മുനിസിപ്പാലിറ്റി തൂക്കുന്നത്. അല്ലാതെ ഇത്രയും കണ്ടാൽ പോരാ. പിന്നെ ഇത് പറയാനുള്ളത് വെച്ചാൽ 90% അല്ല 100% ആളുകൾ ഇങ്ങനെയാണെന്നല്ല പറയുന്നത്, 50%. അതിൽ തന്നെ ഇതിൻ്റെ മുകളിൽ സ്ഥിരമായിട്ടിരുന്ന ആരോ ഉണ്ട്, എപ്പോഴും അതിൻ്റെ മുകളിൽ ഈ സാധനം കാണും. അത് ലോക്കലായിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഏതോ ലോക്കൽ ടീമാണ് ആ കൊടുക്കുന്നത് കേട്ടോ. അത് ജംഗ്ഷനായി നമുക്കിത് കഴിഞ്ഞിട്ട് സംസാരിക്കാം.